സ്കൂളിന്റെ വരാന്തയിലൂടെ കൂട്ടുകാരി മാലുവിനൊപ്പം നടന്നുകലുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. ഞാൻ അവളുടെ മുഖത്താകെ പരതി. ഇല്ല, അവൾക്കില്ലല്ലോ ചുണ്ടിനും മൂക്കിനുമിടയ്ക്ക് ഈ പൊടി രോമം. പിന്നെ എനിക്കു മാത്രം ഇതെവിടുന്നു വന്നു? സ്കൂൾ വിട്ടു വീട്ടിലേക്കു വന്ന അനു കൈയിലൊരു കണ്ണാടിയുമായി അമ്മക്കരികിലെത്തി. അമ്മേ, എനിക്ക് മാത്രമെന്താ മുഖത്ത് രോമം? ഞാനാണാണോ? അമ്മ ഞെട്ടലോടെ അനുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്താടാ മുത്തേ, ആരു പറഞ്ഞു എന്റെ മുത്തിന്ദ്ര മുഖത്ത് രോമമുണ്ടെന്ന്? പറഞ്ഞു ക്ലാസ്സിലുള്ള ആൺകുട്ടികൾ കളിയാക്കി. ഹേയ്, എന്റെ കുട്ടി സുന്ദരി കുട്ടിയല്ലേ? ചെറുനാണത്തോടെ അനു പുഞ്ചിരിച്ചു. ഈ പുഞ്ചിരി മറയാൻ അധികകാലം വേണ്ടിവന്നില്ല. അനു വളരുന്നതിനൊപ്പം പൊടിമീശയും വളർന്നു. കളിയാക്കലിനൊപ്പം അനുവിന്റെ ആത്മവിശ്വാസവും പോയി. പുറത്തേക്ക് ഇറങ്ങിയാൽ ബന്ധുക്കളും നാട്ടുകാരുമടക്കം പറയാൻ തുടങ്ങി, ദേ ആ കൊച്ചിന് മീശ. എല്ലാം സഹിക്കാം. പ്രിയ കൂട്ടുകാരി പോലും ചോദിച്ചു, എന്ത് മീശയാടി നിനക്കെന്നു? അനു ശരിക്കും തളർന്നു. വീട്ടിലെത്തി പൊട്ടിക്കരിയുന്ന അനുവിനെ അമ്മ വാരി പുണർന്നു. സാരമില്ല കുഞ്ഞേ, നമുക്കത് കളയാനുള്ള മാർഗങ്ങൾ വിപണിയിലുണ്ട്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പല ഉത്പന്നങ്ങളും വാങ്ങി ഉപയോഗിച്ചു. കലാലയ കാലഘട്ടത്തിൽ അവൾക്കൊരു പ്രണയമുണ്ടായി. ഒരുനാൾ, നിനക്കു കണ്ണുകിട്ടാതെ ഇരിക്കാനാണോ ഇവളെ കൂടെ കൊണ്ടുനടക്കുന്നത് എന്നടക്കം പറഞ്ഞു ചിരിച്ചപ്പോൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുപോലും തോന്നിപ്പോയി. ആരുടെ തെറ്റുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ശപിക്കപ്പെട്ട ഒരു ജന്മം? എന്നാൽ ഒറ്റപ്പെട്ട ഇടനാഴിയിൽ എവിടെയോ മീശക്കാരിക്ക് കൂട്ടായി ഒരാൾ വന്നു. ഒരുപാട് തമാശ പറയുന്ന നാണക്കേടായി തോന്നുന്നില്ലേ? ഇല്ലടാ, ഇതിലൊക്കെ എന്താ? ഇതൊക്കെ ബാഹ്യ സൗന്ദര്യമല്ലേ? നിന്റെ മനസ്സാണ് എനിക്ക് വേണ്ടത്. പരിസരബോധമില്ലാതെ അനു അവനെ വാരി പുണർന്നു. എന്താണ് അനു ഇതു? അറിയില്ല. അവൾ ബാഗുമായി അവിടെ നിന്ന് ഓടിപ്പോയി. വല്ലാത്തൊരു ആത്മവിശ്വാസം അവളുടെ കണ്ണിൽ മിന്നി മാഞ്ഞു. അമ്മേ, ഞാൻ സുന്ദരി തന്നെയാ. വർഷങ്ങൾക്കു ശേഷം ഹാപ്പിയായി അനുവിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. അല്ലെന്നാരാ പറഞ്ഞത് അനുവേ? പുഞ്ചിരിയോടെ അമ്മ പറഞ്ഞു.